അതെ, എൻ്റെ ലുക്ക് കണ്ടിട്ട് ആരും ആറ്റിറ്റ്യൂഡാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഗ്ലാസ് വെച്ചിരിക്കുന്നതേ കണ്ണിൻ്റെ മുകളിൽ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അപ്പോൾ പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കഥാനായിക ഷാനായും പൊക്കിക്കൊണ്ട് നമ്മൾ വണ്ടിയാണ് എടുത്തത്. പക്ഷെ പെട്ടെന്ന് ബസ് കണ്ടപ്പോൾ ബസ്സിൽ കയറാൻ തോന്നി, ചാടി ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറിയപ്പോഴാണ് ടിക്കറ്റ് എടുക്കാൻ കാശില്ലെന്ന് അറിഞ്ഞത്. ദേ നമ്മളീ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയാമോ? അതേ സ്റ്റുഡൻസ് അല്ല, ഫോളോവേഴ്സ്. ദേ വരുന്നു നമ്മുടെ കഥാനായിക നീതു. നമ്മൾ 4 പേരും കൂടി ഒരുങ്ങി കെട്ടി പോകുന്നത് അങ്ങ് എമ്മിലേക്കാണ്. നമുക്കൊരു വലിയ പരിപാടി വരുന്നുണ്ട് മാർച്ച് 27-ാം തീയതി കോഴിക്കോട് വെച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് നമ്മൾ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിൻ്റെ മോഡലൊക്കെ ഞങ്ങൾ ഇന്നലെ സെറ്റാക്കി. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എമ്മിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒക്കെ കളർ കിട്ടി. അപ്പോൾ എൻ്റെ കളർ ഒരു ബ്ലൂ ആയിരുന്നു, പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ആനെ കമ്പൂഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സെന്ന് വെച്ചാൽ ഒരു അറബിക്കാണ് എൻ്റെ തീം. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള നല്ല ഫ്ലോയി ആയിട്ടുള്ള ഡ്രസ്സ് വേണം. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കുക, ആറ്റിറ്റ്യൂഡ് ഇടുക, അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലാണ് ചെയ്യുന്നത്. ഇത് കണ്ടാൽ തോന്നും കോളേജിലെ സാറിൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനാണ് ഞങ്ങൾ പോയെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ റെഡി ടു വെയർ സാരി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ. പെട്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഫോളോവർ എൻ്റെ മുന്നിൽ വന്ന് ചാടിയത്. ഇയാളെ ഞാൻ ഇതിനു മുമ്പ് റിലയൻസ് മാളിലും വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പുള്ളിയോട് ജസ്റ്റ് ഒരു ഹൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങളുടെ ചെന്ന പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയി. ഡ്രസ്സൊക്കെ ഇടാനുള്ള തയ്ക്കാനുള്ള മെറ്റീരിയലൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞ് പിന്നെ ആ ഏരിയയൊക്കെ മൊത്തത്തിലൊന്ന് കവർ ചെയ്യണമല്ലോ, കാരണം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്ക് തുണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു തുണിയുടെ അസുഖമുള്ള ആൾക്കാരാണല്ലോ. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കലായി, കാര്യങ്ങളായി. ഇനിയാണ് പഠിച്ചോനെ നമ്മുടെ ബില്ല് വരാൻ പോകുന്നത്. എനിക്ക് പിന്നെ തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെടുക്കണം, എവിടെ നിന്ന് എടുക്കണം, എങ്ങനെയൊക്കെ എടുക്കണമെന്ന് എനിക്കറിയില്ല. ബില്ല് കണ്ട് അറ്റാക്ക് വന്ന് നേരെ ഞങ്ങൾ വിചാരിച്ച് താലൂക്ക് ആശുപത്രിയിലോട്ട് പോകേണ്ടി വരുമെന്ന്. ഭാഗ്യത്തിന് അതിൻ്റെ കാര്യം വന്നില്ല കേട്ടോ. കുറച്ച് ഐറ്റം എടുത്തുള്ളൂ. എം മൊത്തത്തിൽ വാങ്ങിച്ചിട്ടില്ല. എം അവിടെ തന്നെ ഉണ്ട് കേട്ടോ, ആരും ടെൻഷൻ ആവേണ്ട. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളിത് ആടിപ്പാടി വരികയാണ്. കണ്ടാൽ തോന്നും എമ്മിൻ്റെ പരസ്യത്തിന് നടക്കുകയാണെന്ന്. അല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ ഭാഗങ്ങൾ ബാക്കി വരും കേട്ടോ.